വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും ഒരു പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി, പിന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നിട്ട് അതിനകത്ത് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. ഇതേപോലെ തന്നെ ഓരോരുത്തരും നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുക. രണ്ടാളുണ്ടാവും പിന്നെ വോട്ട് ചെയ്യും, ഒരാളെ ഉള്ളത് വോട്ട് ചെയ്യില്ല കേട്ടോ. ഒരു പ്രസിഡന്റ് ഉണ്ടാവും, ഒരു സെക്രട്ടറി ഉണ്ടാവും, ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, ഒരു ജോയിന്റ് സെക്രട്ടറി. അതേപോലെ പിന്നെ നമ്മളെ അതിന് എത്ര ഏത് വേണം? 18 വയസ്സാവണം അല്ലേ? 18 വയസ്സുള്ള ഈ പിന്നെ നമ്മളെ വായനശാലയിലെ മെമ്പർമാർ 18 വയസ്സായവർക്കാണ് എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുക. അവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം. അങ്ങനെയുള്ളൊരു ഭരണസമിതിയാണ് നമ്മുടെ ഈ വായനശാലയിൽ പിന്നെ ഇതിൻ്റെ ഭരണം നടത്തുന്നത്. പിന്നെ ലൈബ്രറി പുസ്തകം എടുക്കാൻ വേണ്ടി ലൈബ്രറി കൗൺസിലിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറി ഉണ്ടാവും. അവരാണ് പുസ്തകം എടുത്തേക്കുക കേട്ടോ. ഇതേപോലെ വായനശാല കുറേ വായനശാല ഇവിടെ നിയന്ത്രണമുള്ള താലൂക്ക് ലൈബ്രറി കൗൺസിൽ അവിടെ ഇതേപോലെ തിരഞ്ഞെടുപ്പാണ് കേട്ടോ. അങ്ങനെ തിരഞ്ഞെടുത്ത് പിന്നെ പുസ്തകമുണ്ടാവുന്നു ചന്ദ്രമാറ്റ്. അതേപോലെ പിന്നെ താലൂക്ക് പിന്നെ ജില്ലാ തലത്തിൽ സമിതിയുണ്ട്, അതേപോലെ ലൈബ്രറി കൗൺസിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട് കേട്ടോ. സംസ്ഥാന തലത്തിലും പിന്നെ കമ്മിറ്റിയുണ്ട്. അപ്പം അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന രീതിയിലൂടെ കടന്നു പോകുന്ന സംവിധാനത്തിലൂടെ കടന്നു പോകുന്ന ഒരു പിന്നെ ഭരണക്രമമാണ് വേണ്ടിയുള്ള നമ്മളെ വായനശാലകളിലുള്ളത്. മനസ്സിലായല്ലോ? ഈ വായനശാലയിലാണ് നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ, വെറും വായന മാത്രമല്ല അല്ലേ, വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ വായനശാലയിൽ നടത്തുന്നത്. പിന്നെ ഈ കുട്ടികളൊക്കെ കൊണ്ട് എഴുത്തുപെട്ടി കേട്ടുണ്ടാകും. എഴുത്തുപെട്ടി ഇതെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ജൂൺ ആഴ്ച പിന്നെ 1-2 കഴിയുമ്പോൾ നമുക്ക് ജൂൺ 19 നമുക്ക് എല്ലാ വിദ്യാലയങ്ങളും വായനശാലയായിട്ട് ബന്ധപ്പെട്ട വിദ്യാലയങ്ങളിലെല്ലാം എഴുത്തുപെട്ടി നടത്തുന്നുണ്ട്. നമുക്ക് വായന കഴിഞ്ഞ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി ആ പെട്ടിയിലിടുക. പെട്ടിയിൽ ഏറ്റവും മികച്ച